അമൽ നീരദ് ചിത്രം തുടങ്ങുന്നു, ഉടൻ തുടങ്ങും. ചിലപ്പോൾ ഈ മാസം ജനുവരി തന്നെ തുടങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തൊക്കെ പ്രൊജക്റ്റുകൾ പറഞ്ഞു. അമൽ നീരദ് മമ്മൂട്ടി ചിത്രം, അമൽ നീരദ് മോഹൻലാലിൻ്റെ ചിത്രം പൂജ വരെ എത്തി എന്നുള്ള റൂമേഴ്സ് വരെ എത്തി. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ രണ്ടുമല്ല. അമൽ നീരദിൻ്റെ മോഹൻലാൽ ചിത്രവും ഇല്ല, അമൽ നീരദിൻ്റെ മമ്മൂട്ടി ചിത്രവും ഇല്ല. എനിക്ക് ഞാൻ അറിഞ്ഞനുസരിച്ച് അമൽ നീരദിൻ്റെ മമ്മൂട്ടി ചിത്രവും മോഹൻലാൽ ചിത്രവും ഉണ്ട്. മമ്മൂട്ടി ചിത്രത്തിന് 2 സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയെന്നും കേൾക്കുന്നു. എന്തായാലും അമൽ നീരദ് തുടങ്ങാൻ പോകുന്നത് പുത്തൻ ചിത്രമാണ്. അത് നമ്മുടെ ബാച്ചിലർ പാർട്ടിയുടെ രണ്ടാമതാണ്, ബാച്ചിലർ പാർട്ടി 2.0. ഇതിനകത്ത് ടോവിനോയും നമ്മുടെ നസ്ലിനും ഒക്കെ ഉണ്ടെന്നാണ്. ക്യാരക്ടേഴ്സ് എല്ലാം കൃത്യമായിട്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഈ മാസം തുടങ്ങുന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ഒരു വമ്പൻ പ്രോജക്റ്റിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അമൽ നീരദിനോളം ഇന്ന സിനിമ ഇന്ന ദിവസം ചെയ്യണമെന്നൊന്നും ഒരു താല്പര്യമില്ല. അതായത് ഇഷ്ടമുള്ള താല്പര്യത്തിന് അമൽ നീരദ്, അൻവർ റഷീദൊക്കെ അവരുടെ ഒരു അവർക്ക് ഇഷ്ടമുള്ള സിനിമ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട, അത് ഫ്ലോപ്പ് ആയാലും ബമ്പർ ഹിറ്റ് ആകുമ്പോൾ ആഘോഷങ്ങളോ ഒന്നുമില്ല. ആ ഒരു പാറ്റേണിൽ വരുന്നവരെ ഇവരൊക്കെ, അമൽ നീരദും അൻവർ റഷീദും ഒക്കെ. അമൽ നീരദിൻ്റെ പടം ബാച്ചിലർ പാർട്ടി 2.0 ആണ്, 2 ആണ്. എന്തായാലും ഈ മാസം ഷൂട്ടിംഗ് തുടങ്ങുന്നു. ഇതൊരു എക്സ്ക്ലൂസീവ് ആണ്. എന്തായാലും മിക്കവാറുള്ളവരൊക്കെ പുത്തൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം, യുവതാരങ്ങളെല്ലാം കാണാൻ ചാൻസും ഉണ്ട്. ഒരു ഹിറ്റ് അടിക്കാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഇവരെ കാണാത്തൊരു സ്റ്റൈലിഷ് ലുക്കിൽ അമൽ നീരദ് കൊണ്ടുവരുമെന്നുള്ളതും സംശയം വേണ്ട. അന്നേരം അമൽ നീരദിൻ്റെ പുത്തൻ പടത്തിന് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നു.